ഈ കാണുന്ന നമ്മുടെ ഒരു 5 kVയുടെ ഇൻവേർട്ടറാണ് ഈസ്റ്റ്മാൻ്റെ MPPT ഇൻവേർട്ടറാണ് 5 kV. ഇതിനകത്ത് 3 കിലോവാട്ട് സോളാർ പാനൽ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 200 Hന്റെ 4 ബാറ്ററികളാണ് ഈസ്റ്റ്മാൻ്റെ. ഇതിൻ്റെ അകത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തൊരു സൈറ്റാണ്. ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന ഫ്യൂസ് ഒരു 2 ഫ്യൂസോളം ഡാമേജ് ആയി. ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്നാന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സോളാറിൽ നിന്ന് ചാർജ് ആവണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അത് ഈ ഒരു DC-DP വെച്ചുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടായെന്ന് പറഞ്ഞു. ഈ കാണുന്ന MCBയിലാണ് ഡാമേജ് ഉണ്ടായത്. ലൈറ്റ്നിങ് ത്രൂ വന്ന് ഹൈ വോൾട്ടേജ് വന്നിട്ട് ഇത് കത്തിപ്പോവാറുണ്ട് ചെയ്തത്. അപ്പോൾ ഇതുള്ളത് കൊണ്ട് എന്താ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഇൻവേർട്ടറിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടായില്ല, ബാറ്ററിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ നമ്മളൊരു സോളാർ ഓഫ് ഗ്രിഡോ അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് ഹൈബ്രിഡ് എന്ത് ചെയ്താലും നമ്മൾ അതിൻ്റെ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അത് നമുക്ക് ശരിക്കും പറഞ്ഞൊരു SPD ഉണ്ട് സർജിനും. ഇത് പെട്ടെന്നാണ്ട് SPD പ്രശ്നം ഉണ്ടായില്ല. ഇതിൽ വന്ന ആർക്കിങ് കാരണത്താൽ ഇത് ഡാമേജ് ആയതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ 50,000-60,000 വില വരുന്ന ഇൻവേർട്ടറിന് നമുക്ക് ഈ ഒരു ചെറിയ ബോക്സ് കൊണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ AC സൈഡിൽ നമുക്കുണ്ട്. ACന്ന് എന്തെങ്കിലും ഒരു സർജ് വന്നു കഴിഞ്ഞാൽ AC സൈഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് ഗ്രിഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്.